ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അത്യാവശ്യം സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയാം, കല്യാണം ഒരു കച്ചവടമാക്കിക്കൊണ്ട് സ്വന്തം ജീവിതം ഇല്ലാതാക്കുന്ന ഒത്തിരി പെൺകുട്ടികൾ നമ്മുടെ ഈ കേരളത്തിൽ ഇപ്പോൾ കൂടിക്കൂടി വരികയാണ്. കുറച്ചേറെ നാളായിട്ട് നമുക്കിടയിൽ അറിയാം, നമുക്ക് വിസ്മയനെ അറിയാം, ഉത്തരേനെ അറിയാം, ഇതേപോലെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വിഭജിക. ഇന്ന് രാവിലെ അതുല്യ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിക്ക് കൂടി സ്വന്തം ജീവൻ ഇല്ലാതാക്കേണ്ടി വന്നിരിക്കുകയാണ്. സ്വന്തം ഭർത്താവ് എന്ന് പറയുന്ന സൈക്കോ അദ്ദേഹത്തിന്റെ എല്ലാ ക്രൂരതകളും തന്നിൽ അടിച്ചേൽപ്പിച്ചതിന്റെ ഫലമായിട്ട് സ്വന്തം ജീവിതം തന്നെ ഇല്ലാതാക്കിയിരിക്കുകയാണ് അതുല്യ. പുറത്തു വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ആ ചേച്ചിയുടെ ഇപ്പോൾ സൂയിസൈഡ് ആണെന്നാണ് പറയുന്നത്. കൊല്ലംകാരിയാണ്, പക്ഷെ ഇപ്പോൾ അവര് മരിച്ചിരിക്കുന്നത് ഷാർജയിലാണ്. എന്താണ്, എങ്ങനെയാണ് ഈ കേസെന്ന് നമുക്ക് നോക്കാം. ഈ കേസിനെ പറ്റി പറയുകയാണെങ്കിൽ, അതുല്യ എന്ന് പറയുന്ന ചേച്ചി 11 വർഷമായിട്ട് സതീഷ് എന്ന് പറയുന്ന ആളുമായിട്ട് കല്യാണം കഴിച്ചിട്ട് ജീവിക്കുകയാണ്. ഈ 11 വർഷത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ ഇടയ്ക്ക് ഈ ചേച്ചിക്ക് ബ്രൂട്ടലി ആയിട്ടുള്ള ഫിസിക്കൽ അബ്യൂസ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിന്റെ എല്ലാ തെളിവുകളും ആ ചേച്ചിയുടെ ഫ്രണ്ടിന് കൊടുത്തിട്ടുണ്ട്. ആ ഫ്രണ്ട് അത് രാവിലെ മീഡിയയിൽ പബ്ലിക് ആക്കിയിട്ടുണ്ട്. ആ പുള്ളി കസേര കൊണ്ട് അടിക്കാനായിട്ടൊക്കെ ഓങ്ങുന്നതും, ആ ചേച്ചിയുടെ ദേഹത്ത് മൊത്തം ഇവിടെ കയ്യിലും ഒക്കെ മുറിവുകളും ചതവുകളുമായിട്ടുള്ള ഫോട്ടോസും ഒക്കെ. ഇത്രയും അനുഭവിച്ചിട്ടും ആ ചേച്ചി ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിലേക്ക് പോലും പോവാതെ നിന്നിട്ടുണ്ടെങ്കിൽ ആ ചേച്ചിക്ക് ഒന്നെങ്കിൽ അയാൾ അത്രയ്ക്ക് ഇഷ്ടമായിരിക്കാം, പക്ഷെ അതൊരിക്കലും ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതല്ല എങ്കിൽ നാട്ടുകാരെ പേടിച്ചിട്ടായിരിക്കാം. നമ്മൾ വിചാരിക്കും നാട്ടുകാരെ എന്തിനു പേടിക്കണം. നമ്മളിപ്പം താഴത്തെ കമന്റ് ബോക്സിലൊക്കെ നോക്കുമ്പോഴത്തേക്കും പറയാം, അവരെന്ത് പറയും ഇവരെന്ത് പറയുന്ന പറഞ്ഞിട്ട് പാരൻസ് അല്ലേ കൊല്ലി ചെയ്യുന്നത്. ഈ പറയുന്ന ആൾക്കാർ തന്നെ ആയിരിക്കാം ഒരു പെൺകുട്ടി ഡിവോഴ്സ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ട് ഞാൻ വീഡിയോയുടെ താഴത്തെ കമന്റ് ബോക്സിൽ വന്നിരുന്നിട്ട് അവിടെ അഹങ്കാരമല്ലേ എന്ന് പറയുന്ന ആൾക്കാരും. നമ്മളുടെ നാട്ടുകാരെന്ന് പറയുന്നത് ഇവർ ഈ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുണ്ടല്ലോ പ്ലേറ്റ് മറിക്കുന്ന ആൾക്കാരാ. ഇവർക്കൊരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത ആൾക്കാരാ. സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്തും പറയും. അങ്ങനെയുള്ളവർ നമ്പിക്കൂടാ. അവരെ വിചാരിച്ചിട്ട് സ്വന്തം ലൈഫ് കളഞ്ഞതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ പാരൻസും മോശമൊന്നുമല്ല. പാരൻസ് നേരെ ചിന്തിക്കുന്നത് സ്വന്തം മോളെക്കാട്ടിലും അവർ വലുതായിട്ട് കാണുന്നത് അഭിമാനവും, അതേപോലെ നാട്ടുകാരെന്ത് പറയും, നാട്ടുകാരെ പേടിയാ. ഒത്തിരി കേസ് നമുക്ക് കണ്ടിട്ടുണ്ട്. വിസ്മയുടെ കേസിലാണെങ്കിൽ വിസ്മയുടെ പാരൻസ് ആ പെൺകുട്ടിയുടെ അടുത്ത് ഒരു പരിധി വരെ സഹിച്ച് നിൽക്കുന്നത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഇന്നിപ്പോൾ ആ പെൺകുട്ടി നഷ്ടപ്പെട്ട് കഴിയുമ്പോഴത്തേക്കും കുറേ നിയമ പോരാട്ടം ഒക്കെ ആയിട്ട് ഇറങ്ങുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട സാധനം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചെയ്യണം. അവർ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവനെ കൊല്ലണം, ഇവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ലടേ, സീരിയസ്ലി. ഇപ്പൊ വിസ്മയുടെ കേസ്, അതേപോലെ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടത് വിഭജിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മരിച്ചതാണ്. ഞാൻ അതിന്റെ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചു, പക്ഷെ എന്റെ തിരക്കുകൾ കാരണം എനിക്ക് ഇടാൻ പറ്റിയില്ല. വിഭജിക സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് അവൾക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത്രത്തോളം അയാളിൽ നിന്ന് അവള് സഹിച്ചിട്ടുണ്ട്. അവൾ ആ ആത്മഹത്യാക്കുറിപ്പിൽ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടോ, അവനെ പിടിച്ചോ? ഇല്ല. ഇതാണ് നമ്മുടെ സൊസൈറ്റി. നമുക്ക് നിയമങ്ങളിലോട്ടുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ ആണിത്. ഈ അതുല്യ എന്ന് പറയുന്ന ചേച്ചിയുടെ കേസിലാണെങ്കിലും ഇയാളൊരു എക്സ്ട്രീം സൈക്കോ ആണ്. ഈ സൈക്കോ എന്ന് പറയുന്നത് വെള്ളം അടിച്ചു കഴിയുമ്പോൾ വേറൊരു ക്യാരക്ടർ, വെള്ളം അടിച്ചില്ലെങ്കിൽ ഇയാൾ വേറൊരു ക്യാരക്ടർ. എനിക്ക് ഇയാളുടെ ഇതൊക്കെ കേട്ട സമയത്ത് തോന്നിയത് ഇയാളൊരു നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഉള്ള ഒരാളായിട്ട് തോന്നുന്നുണ്ട്. നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്താണെന്ന് അറിയത്തില്ല എങ്കിലും ഞാൻ പറഞ്ഞു തരാം. ഒരാളെ ഒരു ദേഷ്യം വരുന്ന സമയത്ത് ബ്രൂട്ടലി അയാൾ അറ്റാക്ക് ചെയ്തതിന് ശേഷം നോർമലി ബോധം വന്നു കഴിഞ്ഞിട്ട് വന്ന് അവരുടെ അടുത്ത് ഞാൻ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് പറ്റിയത്, ഇത് തെറ്റ് പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കുക എന്ന് പറയും. അതായത് ഇവർ സ്നേഹിക്കുമ്പോൾ എക്സ്ട്രീം ആയിട്ട് സ്നേഹിക്കും. അതേപോലെ തന്നെ ഇവർക്കൊരു തെറ്റ് നമ്മൾ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല. അവർ നമ്മളെ എക്സ്ട്രീം ആയിട്ട് അറ്റാക്കും ചെയ്യും. ഇതാണ് നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അറ്റാക്ക് ചെയ്തിട്ട് പിന്നെ സ്നേഹിക്കാൻ വരും. ഇതാണ് ഇവിടെ ഈ അതുല്യ എന്ന് പറയുന്ന ചേച്ചിയുടെ ഹസ്ബൻഡിനെ പറ്റിയിട്ട് സംസാരിച്ച സമയത്ത് എനിക്ക് തോന്നിയത്. ഞാൻ എന്തായാലും ഇതിനകത്ത് കൂടുതൽ വീഡിയോസ് വെക്കുന്നില്ല, ജസ്റ്റ് പറഞ്ഞു പോവാന്നുള്ളത്. കാര്യം ഇതൊക്കെ കേട്ട സമയത്ത് മിണ്ടായിരിക്കാൻ തോന്നിയില്ല. അതാണ് ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഈ അതുല്യ എന്ന് പറയുന്ന ചേച്ചിയുടെ പാരൻസ് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് മീഡിയയുടെ അടുത്ത്. അത് ഞാൻ വെക്കാം, എന്നിട്ട് നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. ഈ വിവാഹം നടത്തിയത് തന്നെ ഒരു ഭീഷണിയുടെ സ്ഥലത്തിലായിരുന്നു ആദ്യഘട്ടത്തില്. ഈ കല്യാണത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു, തീരെ താല്പര്യം. ഞങ്ങള് നമ്മുടെ ആചാരപ്രകാരം ജ്യോത്സ്യനെ പോയി കണ്ടപ്പോൾ തന്നെ ഈ നാള് ചേരത്തില്ലെന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഒഴിവാക്കാനായിട്ടിരുന്ന സമയത്ത് ഈ സതീഷിന്റെ അമ്മ വന്ന് ഇവിടെ നിരന്തരം ഇവിടെ ഒരുപാട് ബ്രെയിൻ വാഷ് ചെയ്ത് ഒരുപാട് ഇത് ചെയ്തതിന് ശേഷമാണ് നടത്തിച്ചത്.
ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരന്റെ, അതായത് സതീഷിന്റെ അമ്മ വന്ന് നിരന്തരം ഫോഴ്സ് ചെയ്തതിന്റെ പേരിലാണ് ഞങ്ങൾ ഈ കല്യാണത്തിന് സമ്മതിച്ചതെന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ മോളെ ആർക്ക് കെട്ടിച്ചു കൊടുക്കണമെന്ന് നിങ്ങളല്ലേ ഡിസിഷൻ എടുക്കേണ്ടത്. അത് വേറൊരാൾ ഫോഴ്സ് ചെയ്തിട്ട് അയാൾ പറയുന്നത് പോലെ ആണോ കല്യാണം കഴിപ്പിക്കേണ്ടത്? ഇപ്പൊ അതിങ്ങനെ വന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. പിന്നെ ജോൾസിന്റെ കേസ് പറയുന്നത്, നിങ്ങൾക്ക്, എന്റെ ഓഡിയൻസിനോട് തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ബോധമുണ്ട്, നിങ്ങൾ ജോത്സ്യന്മാരുടെ അടുത്ത് പോവരുത് സീരിയസ്ലി. അല്ലെങ്കിൽ നിനക്ക് അത്ര ഇതാണെങ്കിൽ വല്ല അത്യാവശ്യം എത്തിക്സ് ഉള്ളവരുടെ അടുത്ത് പോവാ. കള്ളന്മാരാണ് മിക്ക ജോത്സ്യന്മാരും. ആദ്യ കാലം മുതലേ തന്നെ ഇത് അവന് യാതൊരു പരിഗണനയും കൊടുത്തിട്ടില്ല. ഒരു സ്ത്രീ എന്നുള്ള ഒരു പരിഗണന പോലും എൻ്റെ മോക്ക് കൊടുത്തിട്ടില്ല അവന്. അത്ര നീചവും നിന്ദ്യമായ രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളും അവൻ നടത്തിയിട്ടുള്ളത്. ആ കല്യാണം കഴിഞ്ഞ ആദ്യ നാളുകളിൽ തന്നെ ഒരു പ്രാവശ്യം അതിഭീകരമായ ആക്രമണത്തിന് ഇവിടെ മുളവടിക്കൊക്കെ കാലിനൊക്കെ അടിച്ച് ഇവിടെ ഓടി ശാസ്താംകോട്ട തടാകത്തിൽ ഓടിപ്പോയി. കഴിഞ്ഞ സമയത്ത് തന്നെ ഇയാളുടെ ഉള്ളിൽ ആ മൃഗത്തിനെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തെങ്കിൽ പിന്നെ എന്തിനു നിങ്ങൾ ആ പെൺകുട്ടീനെ അയാളുടെ കൂടെ വിട്ടു? അത് നിങ്ങളുടെ ഭാഗത്തും തെറ്റില്ല, ഞാൻ കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ അത് പറഞ്ഞേ പറ്റത്തുള്ളൂ. ഒരു പരിധി വരെ നിങ്ങളും തെറ്റുകാരാണ്. അവൻ ഇത്രയ്ക്കും ബ്രൂട്ടലായിട്ട് ഇങ്ങനെ അബ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തടയാനുള്ള റൈറ്റ് എന്തുകൊണ്ടും അച്ഛനും അമ്മയ്ക്കും ഉണ്ട്. കാരണം ഇത്രയും കാലം വളർത്തി വലുതാക്കി ഒരുത്തന്റെ കൈ പിടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. നിങ്ങളുടെ മകള് തന്നെയാണ്, അത് മകളല്ലാതെ ആവുന്നൊന്നുമില്ല. അപ്പോൾ അവക്കൊരു അപകടം വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും പ്രതികരിക്കണമായിരുന്നു. നിങ്ങൾ പ്രതികരിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ എന്താണ്, സ്വന്തം മകളെ നഷ്ടമായി. അവര് പിന്നെ 3 ആമ്പിളർ, അവനൊരു പെങ്ങളില്ല, 3 ആണുങ്ങൾ അവര്. അവനങ്ങനെ ഒരു ഫീലിംഗ് തോന്നാനോ അങ്ങനെ ഒരു ഇന്റിമസി തോന്നാനോ ഉള്ള ഒരു സാഹചര്യം അവന്റെ വീട്ടിലേ ഇല്ല. അപ്പൊ ഇത് സ്ത്രീയെ പറ്റിയിട്ട് അറിയാനും സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാനും വീട്ടിലൊരു പെണ്ണുണ്ടാവണം, അല്ലെങ്കിൽ ഒരു പെങ്ങളുണ്ടാവണം എന്നൊന്നുമില്ല. നല്ലൊരു അച്ഛനും അമ്മയും വളർത്തുന്ന മക്കള്, ആ മക്കള് നല്ല രീതിക്ക് തന്നെ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുന്നവരായിരിക്കും. അവരൊന്നും ഇല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യും. നേരത്തെ ഇവർ ഇഷ്ടത്തിലായിരുന്നോ, സ്നേഹയുമാവുമായിരുന്നോ ഈ സതീഷിന്റെയും അതുല്യയുടെയും? നേരത്തെ പരിചയമുള്ളവരാണോ അവർ? 17 വയസ്സിൽ നിശ്ചയം നടത്തി. കേട്ട സമയത്തുണ്ടല്ലോ എനിക്ക് ശരിക്കും ദേഷ്യം വന്നത്. എന്തൊക്കെ പറഞ്ഞാലും ശരി, എത്രയൊക്കെ ആണെന്ന് പറഞ്ഞാലും ശരി, 17 വയസ്സിലൊരു പെൺകുട്ടീനെ പിടിച്ച് നിശ്ചയം നടത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. സീരിയസ്ലി 17 വയസ്സിൽ നിശ്ചയം നടത്തുക, അത് ആക്ച്വലി ഒരു മെച്യൂരിറ്റി പോലും ആയില്ലടേ. അല്ല, പരിചയമുള്ളവരല്ല. എൻ്റെ കുടുംബ വീട്ടിൻ്റെ അടുത്ത അവരുടെ കുടുംബ വീട്. അങ്ങനെ ഞങ്ങളുടെ പനക്കറ്റോടി അമ്പലത്തിൽ താലിപ്പുലിക്ക് ഞങ്ങൾ വിളക്കെടുക്കാൻ എൻ്റെ ഇളയ മോളുമായിട്ട് വിളക്കെടുക്കാൻ പോയപ്പോൾ എവളും ഉണ്ടായിരുന്നു. അങ്ങനെ +2 അന്ന് പരീക്ഷ എഴുതി റിസൾട്ടൊന്നും വന്നില്ല. അന്ന് ഈ കൊച്ചിനെ അവൻ അവിടെ വെച്ച് കണ്ടു. അവനന്ന് ഗൾഫിൽ നിന്ന് വന്നേ, എൻ്റെ തലേന്ന് എൻ്റെ വല്യമ്മച്ചിയും വല്യമ്മച്ചിയുടെ മക്കളുമായിട്ട് വിളക്കെടുക്കാൻ വന്ന്. അപ്പോൾ ഈ കുഞ്ഞിനെ അന്നൊരു ചുമന്ന ഒരു ചുരിദാർ ഇട്ടുകൊണ്ട് ഇത് പോയത്. അതുകൊണ്ട് എല്ലാവർക്കും പെട്ടെന്ന് എടുത്തറിയാം. അന്നേരം ഈ കൊച്ചിനെ കണ്ടപ്പോൾ അവൻ്റെ വല്യമ്മച്ചിയുടെ കൂടി പറഞ്ഞ്, വല്യമ്മച്ചി ആ കൊച്ചിനെ കണ്ടോ, നമ്മുടെ ആയിരിക്കുമോ? അന്നേരം അവരുടെ വല്യമ്മച്ചി തള്ള കണ്ടിട്ട് പറഞ്ഞു, അയ്യോടാ നമ്മുടെ കുട്ടൻ കൊച്ചാട്ടൻ്റെ മോളാന്ന് പറഞ്ഞു. ഇവർ വല്യമ്മച്ചി തള്ളയോടി എൻ്റെ അടുത്തോട്ടും വന്നു. അങ്ങനെ നമ്മളറിയുന്നില്ല, അന്ന് നമുക്ക് 17 വയസ്സേ ഉള്ളൂ. റിസൾട്ട് പോലും +2 വന്നില്ല. ഇവർ പിറ്റേന്ന് ഞങ്ങൾ ഇനി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിൽ ചെന്ന് ആലോചിച്ച്, എൻ്റെ അമ്മയുടെ ആങ്ങളമാരും ഒക്കെ താമസിക്കുന്നത്. അമ്മ അന്നേരം പറഞ്ഞു അവൾക്ക് 17 വയസ്സേ ഉള്ളൂ. അവരുടെ അമ്മുമ്മയെ പറഞ്ഞു വിട്ടു. പറഞ്ഞാൽ അവൾക്ക് 17 വയസ്സേ ഉള്ളൂ, ഇപ്പോൾ അയക്കത്തില്ല, +2 എഴുതിയിട്ടിരിക്കുകയെന്ന്. അത് കഴിഞ്ഞ് അവരുടെ വീട്ടിൽ പോയിട്ട് അവൻ വീണ്ടും അവൻ്റെ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് ആ കൊച്ചിനെ ഒന്ന് വന്ന് കണ്ടോട്ടെ, അവൻ അത്രയ്ക്ക് ആ കൊച്ചിനോട് ഇഷ്ടം തോന്നിയെങ്കിൽ ആ കുഞ്ഞിനെ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവരിപ്പോൾ ഈ പറഞ്ഞ പരിപാടി ഉണ്ടല്ലോ, അത് എല്ലായിടത്തും നടക്കുന്നതാണ്. അതായത് ഒരു 18 വയസ്സ് കഴിഞ്ഞ ഏത് പെൺപിള്ളേരുടെ വീട്ടിലും ഈ ഒരു കേസ് നടന്നിരിക്കും. ഒന്നെങ്കിൽ 1-2 പേരെങ്കിലും വന്ന് ചോദിച്ചിട്ടുണ്ടാവും, ഞങ്ങൾക്ക് ഒന്ന് മോളെ ഒന്ന് ഞങ്ങൾ വന്ന് പെണ്ണ് കണ്ടിട്ട് പൊക്കോട്ടെ, എൻ്റെ മോൻ അവിടെ വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, എൻ്റെ മോൻ ഇവിടെ വെച്ച് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു, അല്ല എൻ്റെ അപ്പച്ചിയുടെ മോൻ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിളവിമാർ വരും. ഓക്കെ, അത് കേട്ടിട്ട് പാരൻസിന് നിക്കക്കള്ളി ഇല്ലാതെ വന്നിട്ട് അവരവസാനം ശല്യമായിരിക്കും, ഇവരെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കും. കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവർ പഠിക്കുവാണ്, അല്ലെങ്കിൽ അവർക്കിപ്പോൾ കല്യാണം വേണ്ട എന്ന് പറഞ്ഞാൽ, അയ്യോ അങ്ങനൊന്നും അല്ല, ഞങ്ങളൊന്ന് ജസ്റ്റ് വന്ന് കണ്ടോട്ടെ, കണ്ടിട്ട് പൊക്കോട്ടെ. എന്തിനാണ് കല്യാണത്തിനോട് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിക്കുന്നത്? ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞാൽ അത് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് തന്നെയല്ലേ? അത് മനസ്സിലാക്കാൻ പറ്റാത്ത ബോധമില്ലാത്ത കുറെ കിളവിമാർ ഇറങ്ങിയിട്ടുണ്ട്.
എന്നിട്ട് വന്ന് പെമ്പിള്ളാരുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് ഇങ്ങനെ പെമ്പിള്ളാരുടെ വീട്ടുകാർക്ക് ശല്യമാണ്. അവസാനം പെമ്പിള്ളാരുടെ വീട്ടുകാർ സഹി കെട്ടിട്ട് ഇതുങ്ങളെയൊക്കെ ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പറയുന്ന വന്ന് കണ്ടിട്ട് പോ എന്ന് പറയുന്നത്. അപ്പോൾ ഉടനെ കല്യാണം വന്ന് കണ്ടിട്ട് പോയി കഴിയുമ്പോഴത്തേക്കും പിന്നെ പറയുന്നത് എപ്പോൾ കല്യാണം നടത്താൻ പറ്റും. അപ്പം പ്ലേറ്റ് മാറും, എപ്പോൾ കല്യാണം നടത്താൻ പറ്റും. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ ചെറുക്കൻ വന്ന് കണ്ട് നിൽക്കുന്ന സമയത്ത് പെൺകുട്ടിക്ക് വേറൊരു റിലേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ ഈ ആൾക്കാർ തന്നെ ഈ പെണ്ണിൻ്റെ മനസ്സിൽ ഇത് ഇഞ്ചക്ട് ചെയ്യും. അപ്പം ആ പെൺകുട്ടിയുടെ മൈൻഡ് പഠിത്തത്തിൽ നിന്നും അല്ലെങ്കിൽ ആ ഒരു ഗോളിൽ നിന്നും മാറിയിട്ട് ഓക്കെ കല്യാണം എന്നൊരു രീതിക്ക് മാറും. എൻ്റെ ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ 23 വയസ്സായി. എനിക്ക് 23 വയസ്സിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്നിട്ട് 3-4 കല്യാണാലോചനകൾ വന്ന സമയത്തും എൻ്റെ അച്ഛനും അമ്മയും അവരുടെ അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കിപ്പോൾ ഇൻട്രസ്റ്റ് ഇല്ല, കല്യാണത്തിനൊന്നും ഒട്ടും ഇൻട്രസ്റ്റും ഇല്ല. അവളിപ്പോൾ പഠിക്കുകയാണ്, അവൾക്കിപ്പോൾ അവളുടേതായിട്ടുള്ളൊരു കാര്യങ്ങളിലൊക്കെ ആയിട്ട് പോകാൻ അവൾ വർക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവളുടേതായിട്ടുള്ളൊരു ഇതിൽ പോകാൻ അവൾക്കിപ്പോൾ കല്യാണം കഴിക്കാൻ യാതൊരു താല്പര്യവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോഴും അവർക്ക് സമ്മതമില്ല. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പഠിപ്പിച്ചോളാം, എൻ്റെ പഠിത്തം എൻ്റെ ഉത്തരവാദിത്വമാണ്, അതിനിപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ പാരൻസ് ഉണ്ട്, എനിക്കിപ്പോൾ ആരുടെ ഔദാര്യം ആവശ്യമില്ല. അത് ഞാനിവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണേണ്ടവർ കാണട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ കല്യാണം കഴിപ്പിക്കാനും എൻ്റെ കാര്യങ്ങൾ നോക്കാനും എൻ്റെ പാരൻസിന് അറിയാം. ഇപ്പം അതേപോലെ തന്നെയാണ് മറ്റു പെൺകുട്ടികളുടെ കാര്യം. അവർക്കറിയാം അവരുടെ മക്കളെ എന്ത് ചെയ്യണം, എങ്ങനെ വളർത്തണം എന്നൊക്കെ. നാട്ടുകാരതിന് പറയേണ്ട ആവശ്യമില്ല. ഈ കേസിൽ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ആ ചേച്ചിയുടെ വീട്ടുകാർക്ക് നിക്കക്കള്ളി കൊടുക്കാതെ അവസാനം അത് എൻഗേജ്മെന്റിലോട്ട് എത്തി. ആ ചേച്ചീനെ ഇയാൾ ബ്രെയിൻ വാഷ് ചെയ്തെടുത്തു. ആ ചേച്ചീനെ അവരുടെ ട്രാപ്പിൽ കൊണ്ടുവന്നിട്ട് ആ ചേച്ചി അവസാനം കല്യാണത്തിന് ഫോഴ്സ് ചെയ്ത് അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. ഇതെല്ലാം നടക്കുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് ഇൻവോൾവ് ചെയ്ത് ഫോഴ്സ് ചെയ്തിട്ടാണ്. ഇതൊക്കെ എന്നാണ് ആൾക്കാർ പഠിക്കുന്നത്? ഇതൊക്കെ തെറ്റാണ്. ഇത് ഒരാളുടെ ഇഷ്ടമാണ്, സ്വന്തം ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതൊക്കെ എന്നാണ് ഇവരൊക്കെ പഠിക്കുന്നത് ഗൈസ്? അന്നേരം അവർ വീണ്ടും തള്ളയും തന്തയും ഫോൺ വിളിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ അതിനെ ഒന്ന് പെങ്കൊച്ചിനെ ഒന്ന് കണ്ടോട്ടെന്ന്, കാണുന്നതിന് കുഴപ്പമില്ലല്ലോ, ഒന്ന് കണ്ടോട്ട് പോയിക്കോട്ടെന്ന്. അങ്ങനെ പിന്നെ അവിടെ അച്ഛനോട് പറഞ്ഞപ്പോൾ അവിടെ അച്ഛൻ പറഞ്ഞു ഞാൻ ജസ്റ്റ് കണ്ടിട്ട് പോട്ടെ, അല്ലാതെ ഉറപ്പൊന്നും പറയണ്ടെന്ന്. അന്നേരവും നമ്മൾ ഗൾഫുകാരോട് അയക്കത്തില്ലെന്നും പറഞ്ഞിരുന്നു, ഏതൊരു സർക്കാർ ജോലിക്കാരോട് അയക്കണമെന്നുള്ളതാണ്. അച്ഛനെ അവനെ കുറ്റപ്പെടുത്തുവാന്ന് വിചാരിക്കണ്ട. കാര്യം എനിക്ക് എന്നുള്ള പ്രായമോ പക്വതയോ ഒന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ ചുറ്റുപാടും കണ്ടിട്ടുള്ള കുറച്ച് ജീവിതങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യമാണ്, നമ്മളൊരിക്കലും വലിയ പൈസയും വലിയ കൊമ്പത്ത് ജോലിയും കണ്ടിട്ട് പോയി ഒരു മോളെ കെട്ടിച്ചു കൊടുക്കാണ്ടിരിക്കുക. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ അവരെ ഏറ്റവും കൂടുതൽ സഫോക്കേറ്റ് ചെയ്യുന്ന, അല്ലെ അവരെ ഏറ്റവും കൂടുതൽ ടോർച്ചർ ചെയ്യുന്ന അങ്ങനെയുള്ളവരായിരിക്കും. എന്ന് വെച്ച് വലിയ ജോലിയുള്ളവരെല്ലാം ചീത്ത ആൾക്കാരാണെന്നല്ല ഞാൻ പറയുന്നത്, നല്ലവരുണ്ട്. അതിനകത്ത് ഇതുപോലെ 1-2 കരടുകൾ കാണും. അവരെ ആയിരിക്കും ചിലപ്പോൾ ഭാഗ്യക്കേടിന് നമ്മൾ കല്യാണം കഴിക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫ് അതുപോലെ ആയിപ്പോവും. അതേപോലെ അതിനപ്പുറത്തേക്ക് നമുക്കൊരാളെ ഇഷ്ടപ്പെട്ട് നമ്മൾ അയാളെ മനസ്സിലാക്കി അയാളുമായിട്ട് എൻ്റെ ലൈഫ് സെക്യൂർ ആവും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ഹാപ്പിയസ്റ്റ് ആയിട്ടൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നൊരു ബോധം മക്കൾക്കുണ്ടെങ്കിൽ അയാളുമായിട്ട് കല്യാണം ഉറപ്പിക്കുക. അല്ലാതെ നമ്മുടെ സ്വന്തം ആഗ്രഹത്തിന് വേണ്ടിയിട്ട് മക്കളുടെ ലൈഫ് സ്പോയിൽ ചെയ്യാതിരിക്കുക. അവർക്കതാണ് ഇഷ്ടമെങ്കിൽ അത് നല്ലതാണോ എന്ന് അന്വേഷിക്കുക, നല്ലതാണെങ്കിൽ അത് ഉറപ്പായിട്ട് നടത്തി കൊടുക്കുക. അതിനകത്ത് പിടിവാശിയും വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാര്യം ഇന്നത്തെ കാലത്ത് എല്ലാവരും സ്വന്തം പാർട്ട്നേഴ്സിനെ അവർ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. അതിനകത്ത് സർക്കാർ ജോലി ആരും നോക്കാറില്ല, പ്രൈവറ്റ് ജോലിയാണോ ഒന്നും നോക്കാറില്ല. എനിക്ക് ഇയാളുമായിട്ട് എൻ്റെ ലൈഫ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആൾക്കാർ നോക്കാറ്. ഓക്കെ, അപ്പം അതാദ്യം മനസ്സിലാക്കുക. അങ്ങനെ പെണ്ണിനെ കണ്ടപ്പം ചെറുക്കനും അന്നേരം കാഴ്ചയെ കുഴപ്പമില്ല, അവനും എഞ്ചിനീയറാ, BSc കഴിഞ്ഞതാ. അപ്പോൾ അയാളുടെ ബയോഡേറ്റയൊക്കെ നമ്മളെ കാണിച്ച്. അങ്ങനെ നാളെ നോക്കിയപ്പോഴും നമ്മൾ നാളെ ഏരത്തില്ല എന്ന് പറയുകയും ചെയ്ത് വിട്ടതാ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അതേന്നും പറഞ്ഞ് വീണ്ടും വന്നാൽ അതിന് 19 വയസ്സാകുമ്പം കല്യാണം നടത്തിയാൽ മതി, ഒരു നിശ്ചയം നടത്തി വെക്കെന്നും പറഞ്ഞ ുള്ള ആൾക്കാരെ മടൽ വീട്ടിൽ തല്ലണം, സീരിയസ്ലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെങ്കൊച്ചിന് 18 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശല്യമാണ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെണ്ണിനെ വേറെ ആരും എടുത്തോണ്ട് പോകാതിരിക്കാൻ വേണ്ടി നിശ്ചയം അങ്ങ് നടത്തി വയ്ക്കുക. ആ പെൺകുട്ടിക്ക് ഇഷ്ടമുണ്ടോന്നൊന്നും ഇവർക്ക് നോക്കണ്ട, ഇവരുടെ ഇഷ്ടം നടന്നാൽ മതി. അതിനകത്ത് പാരൻസിൻ്റെ ഇഷ്ടം നോക്കത്തില്ല. പാരൻസിൻ്റെ അടുത്ത് എന്നിട്ട് അങ്ങ് ഫോഴ്സ് ചെയ്യും, നിങ്ങൾ നടത്തിത്താ വേറെ എങ്ങും പെണ്ണില്ല. 7 വയസ്സിൽ നിശ്ചയം നടത്തിയ അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിനും മാനസിക പീഡനം. അവള് ഡിഗ്രിക്ക് ശാസ്താംകോട്ട കോളേജിൽ പഠിക്കാൻ പോയ അന്ന് തൊട്ടേ എൻ്റെ കുഞ്ഞിനെ ആരോടും നോക്കിക്കൂടാ, കൂട്ടുകാരോടും മിണ്ടിക്കൂടാ, കൂട്ടുകാരുടെ കൂടെ കറങ്ങി നടന്നുകൂടാ, ആ റോഡിൽ കൂടെ നടന്നുകൂടാ, കൂട്ടുകാർ പെൺപിള്ളാരുമായിട്ട്.
അന്നേരമൊക്കെ അതിനെ ഫോണിൽ വിളിച്ചങ്ങ് വഴക്ക് പറച്ചിലാണ്. ഇത്രയുമൊക്കെ ആ ഒരു നിശ്ചയം കഴിഞ്ഞ സമയത്ത് ഈ പെൺകുട്ടി അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അവളുടെ അടുത്ത് ആ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലേ? അവളെ കൊണ്ടുപോയി കല്യാണത്തിൽ ഇട്ടുകൊടുത്ത് 11 വർഷം ഇത്രയും നരകയാതന അനുഭവിച്ച് കഴിഞ്ഞ് സ്വന്തമായിട്ട് ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പൊ വന്നിരുന്ന് മീഡിയയുടെ മുമ്പിൽ പറയുന്നത് കൊണ്ടുള്ള അർത്ഥം എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, ജീവിച്ചിരിക്കുന്ന സമയത്താണ് ഇവർക്കൊക്കെ ബാക്ക് സപ്പോർട്ട് കൊടുക്കേണ്ടത്, മരിച്ചു കഴിഞ്ഞിട്ടല്ല മകളോടുള്ള സ്നേഹം കാണിക്കേണ്ടത്. ഇതിനകത്തൊരു പരിധിവരെ നിങ്ങളും തെറ്റുകാരാണ്. മകൾ ഇപ്പൊ അതിനൊട്ടും അടുക്കുന്നില്ല എങ്കിൽ അവളെ അത് ബ്രെയിൻ വാഷ് ചെയ്ത് അല്ലെങ്കിൽ അവളെ അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളൊരു കാര്യമുണ്ട്. പിണങ്ങിയിട്ടും അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ല, അല്ലാതെ തന്നെ കാര്യം പറഞ്ഞ് റിയാലിറ്റി പറഞ്ഞ് മനസ്സിലാക്കാം. മെച്യൂരിറ്റി ഇല്ല, 17 വയസ്സെന്ന് പറയുന്നത് മെച്യൂരിറ്റി ഇല്ലാത്ത പ്രായമാണ്. ആ ഒരു സമയത്ത് എന്താന്ന് വെച്ചാൽ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കല്ലേ വേണ്ടത്. അത് കൊടുക്കാതെ കല്യാണത്തിൽ കൊണ്ടെത്തിച്ച് 19 വയസ്സ് കല്യാണം കഴിപ്പിച്ച് വിട്ട് ഒരു കൊച്ചു ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആ പെണ്ണിന് പിന്നെ അതിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റാത്ത രീതിക്ക് ലൂപ്പായി. ആ ലൂപ്പിൽ കിടന്ന് ഇത്രയും നാൾ അനുഭവിച്ചു. അറ്റ് ദ എൻഡ് അവൾ അവളുടെ ജീവിതം അവസാനിപ്പിച്ചു. ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ വന്നിരുന്ന മീഡിയയുടെ മുമ്പിൽ പറയുകയാണ്. ഇത് ഇവരുടെ മാത്രം കേസല്ല, വിസ്മയുടെ കേസാണെങ്കിൽ, വിഭജിക്കയുടെ കേസാണെങ്കിൽ, സുചിത്രയുടെ കേസാണെങ്കിൽ, ഉത്തരയുടെ കേസാണെങ്കിൽ, ഉത്തരയുടെ പിന്നെ വേറൊരു കേസാണ്, അത് കൊന്നതാണ്. അത് മാറ്റി വെച്ചാലും ബാക്കിയുള്ളവരുടെ എല്ലാ കേസിലും പാരൻസ് ചെയ്തേക്കുന്ന ഈ സെയിം മിസ്റ്റേക്കാണ്. അവരെല്ലാം ചെയ്യുന്നത് സ്വന്തം മകൾ ചെയ്യുന്നത് ഡിവോഴ്സ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഇവർക്ക് അംഗീകരിക്കാനേ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സ്വന്തം മകളെ മറ്റുള്ളവരെങ്ങനെ കാണും, ഞങ്ങളുടെ അഭിമാനത്തിനെ എങ്ങനെ ബാധിക്കും എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത്. ഞാൻ ഈ അച്ഛനമ്മയുടെയും കാര്യമല്ല, ഒരു പരിധിവരെ ഇവരതിനെ എതിർക്കാൻ അതായത് ആ ബന്ധം ഇല്ലാതാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ഇവർ പറയുന്നത് നമുക്കറിയത്തില്ല. ഇവർ പറയുന്നതാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞു ഇവളെ കൊണ്ടുവന്ന് നിർത്തി, പക്ഷെ ഇവള് വീണ്ടും പോയി അയാളോടുള്ള സ്നേഹമാണ്. അതുമാവാം, അയാളോടുള്ള സ്നേഹം കൊണ്ട് പോകുന്നതും ആവാം. ഓക്കെ, വരുത്തി വെച്ചതാണെന്ന് വേണമെങ്കിൽ പറയാം, വേണമെങ്കിൽ അത് അങ്ങനെ പറയാൻ പറ്റത്തുള്ളൂ. ഇനി ഈ പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ തന്നെ പാരൻസും ഉത്തരവാദികൾ തന്നെയാണ്. അവര് മോളുടെ ഇഷ്ടത്തിനല്ല വീഴേണ്ടിയിരുന്നത്. മോൾ എടുക്കുന്നത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്താനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതും പാരൻസ് തന്നെയായിരുന്നു. നെ പറ്റിയിട്ട് ഇങ്ങനെ കുറേ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും പുതിയ പുതിയ അപ്ഡേറ്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ ഇതെല്ലാം ക്രോഡീകരിച്ചിട്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ ചെയ്യാം. ഇതിപ്പോൾ ജസ്റ്റ് ഇത് കണ്ട സമയത്ത് എനിക്ക് സംസാരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്തതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഇത് കാണുന്ന വ്യൂവേഴ്സിൻ്റെ അടുത്താണ് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ മാത്രമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു തരുമ്പോഴത്തേക്കും അവർക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞ് നമ്മുടെ സ്വന്തം ലൈഫ് ഇല്ലാതാക്കേണ്ട ഒരു കാര്യമൊന്നുമില്ല. അവരുടെ അടുത്ത് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ബോധമുള്ള പാരൻസിന് എന്തായാലും നമ്മുടെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. അതല്ലാത്തവരുടെ അടുത്ത് പറയാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ബോധമുള്ളവരാണെങ്കിൽ അവർക്ക് എന്തായാലും നമ്മുടെ മക്കളുടെ കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവും. പിന്നെ എല്ലാ പാരൻസിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, പാരൻസ് എന്താ ചെയ്യേണ്ടത്, മക്കൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക. നിനക്ക് എന്ത് പ്രശ്നം വന്നാലും ഞങ്ങളുണ്ട് എന്ന് അവർക്ക് തോന്നണം. കാര്യം നാളെ ഒരു ലൈഫ് പാർട്ട്ണറിനെ എടുത്ത് ചൂസ് ചെയ്ത് സ്വന്തം ഇഷ്ടത്തിന് പോയി എന്ന് വെച്ചിട്ട് അവളെ തള്ളിക്കളയുമല്ല വേണ്ടത്. അവൾക്ക് അതിനകത്ത് ഫെയിലിയർ പറ്റുന്ന സമയത്ത് അവളുടെ പാരൻസ്, മോളെ ഞങ്ങളുണ്ട്, നീ തിരിച്ചു വാ എന്നാ ഒരൊറ്റ വാക്ക് മതി ഒരു ലൈഫ് സേവ് ചെയ്യാൻ. അതല്ലാതെ നീ നിന്റെ സ്വന്തം ഇഷ്ടത്തിനെടുത്തതല്ല തീരുമാനം, നീ അനുഭവിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ട്രോമ ഫേസ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന ഫസ്റ്റ് ഡിസിഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ സൂയിസൈഡ് ചെയ്യും എന്നുള്ളൊരു ഡിസിഷനിലോട്ട് അവർ പോകും. ഓക്കെ, അവർക്ക് വേറെ ആരും ഇല്ല സപ്പോർട്ടിന്. പിന്നെ സ്ത്രീധനം എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വളരെ നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയാം. വേറെ വാക്കൊക്കെ വരും, പക്ഷെ ഞാനത് പറയത്തില്ല. നീചമായിട്ടുള്ളൊരു പ്രവൃത്തിയാണെന്ന് ഞാൻ പറയാം, വേറെ ഒന്നും കൊണ്ടല്ല. കല്യാണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു കച്ചവടമല്ല. കല്യാണത്തിന് കച്ചവടമാക്കി മാറ്റിയിട്ടാണ് ഇവിടെ പലരും കല്യാണം കഴിക്കുന്നത്. സ്ത്രീധനം പറഞ്ഞു വാങ്ങിക്കും, ഇത്ര ലക്ഷം ഇത്ര പവനും തന്നാലേ ഞാൻ നിങ്ങളുടെ മോളെ കല്യാണം കഴിക്കുള്ളൂ എന്ന് പറയും. ഇല്ലെങ്കിൽ പറയും വേറൊരു ടീമുണ്ട്, അതായത് ഞങ്ങൾക്ക് അങ്ങനൊന്നും ഇല്ല, നിങ്ങൾ എന്താന്ന് വെച്ചാൽ അങ്ങ് കൊടുത്തോന്ന് പറയും. എന്നിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് അത് കുറഞ്ഞു പോയി, ഇത് കുറഞ്ഞു പോയി, കാറ് തന്നില്ല, കാറിന് 4 ടയറില്ല എന്നും പറഞ്ഞങ്ങ് തുടങ്ങും. മാതിരി ആൾക്കാരാണ്, പറയാതിരിക്കാൻ വയ്യ. പരമാവധി നിങ്ങൾ ചെയ്യേണ്ടത്, പാരൻസ് ആണെങ്കിൽ പെൺകുട്ടികൾക്ക് ചെയ്യേണ്ട ഒരൊറ്റ കാര്യമാണ്, നിങ്ങൾക്ക് സ്ത്രീധനം കൊടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ പറയുന്ന സമയത്ത് എന്നെ പറയാം അതെങ്ങനെയാണ്, ഞാൻ പറയാം നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലെന്ന് ചോദിച്ചാൽ അവർ പറയും ഞങ്ങളുടെ ഇഷ്ടമല്ലേ എന്ന് ചോദിക്കും. അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇപ്പം നിങ്ങൾക്ക് അഥവാ നിങ്ങളുടെ മോൾക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് അവളുടെ പേരിൽ മാത്രമായിട്ട് ഫിക്സഡ് ഡെപ്പോസിറ്റോ അല്ലെങ്കിൽ അവളുടെ പേരിൽ ഒരു വീടോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ അവളുടെ പേരിൽ മാത്രം വാങ്ങിച്ചിടുക.
ഓക്കെ. സ്വർണം എന്ന് പറയുന്ന സാധനം വാങ്ങിച്ചാലും അത് വേറൊരു രീതിക്ക് കൈമറിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിലും നല്ലത് ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് FD എടുക്കുക. FD എടുത്ത് ബാങ്കിൽ ഒരു FD ഇട്ടേക്കുക. അതല്ല എങ്കിൽ ഒരു സ്ഥലം വാങ്ങിച്ച് അവളുടെ പേരിൽ ആധാരം എഴുതി അവൾക്ക് കൊടുക്കുക. അവൾക്കുള്ള ഗിഫ്റ്റ് അല്ലേ? എന്തിനാ ഭർത്താവിന് കൊടുക്കുന്നത്? അവൾക്കുള്ള ഗിഫ്റ്റ് അവിടത്. അപ്പം നാളെ അവളുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത് ലോക തോൽവിയാണെങ്കിൽ പോടാ പുല്ലെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി പോകാനായിട്ടുള്ളൊരു ഗട്ട്സ് ഉണ്ടാകും. കാര്യം എനിക്കിതല്ലെങ്കിൽ എനിക്ക് വേറെ കാര്യമുണ്ട്, എനിക്ക് സ്വന്തമായിട്ട് ജോലിയുണ്ട്, ഞാൻ നോക്കും. എൻ്റെ പാരൻസ് എന്നെ നോക്കാനില്ലെങ്കിൽ അവരെനിക്ക് തന്ന സമ്പാദ്യം എൻ്റെ കയ്യിലുണ്ട്, അത് വെച്ചിട്ട് ഞാനൊരു ബിസിനസ് തുടങ്ങിയാണെങ്കിലും ഞാൻ ജീവിക്കും. നീ പോടാ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ പറ്റണം. അതല്ലാതെ ഒരു ജോലിയില്ലാതെ ഫിനാൻഷ്യലി ഒന്നും ഇൻഡിപെൻഡൻ്റ് അല്ലാതെ വെറുതെ നിന്നിപ്പോൾ സ്റ്റക്കായിപ്പോയി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ സ്റ്റക്കായി പോയിട്ടുള്ള ആൾക്കാരാണ് ഈ വിഭജിക്കുകയും അതുല്യയും വിസ്മയും ഒക്കെ. അതുപോലൊരു ആൾക്കാർ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. കാര്യം വേറൊന്നുമല്ല, അതെന്തായാലും ഉണ്ടായിക്കൊണ്ട് തന്നെ ഇരിക്കും. കാര്യം നമ്മുടെ കേരളം മാറാൻ പോകുന്നില്ല. നമ്മുടെ കേരളത്തിൽ എങ്ങനെ പോലെ ഈ വിഷജന്തുക്കൾ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്, പാമ്പുകൾ. അവർ നമ്മളെ കൊത്തും. ആ സമയത്ത് അതിനെ തല്ലിക്കൊല്ലാനായിട്ട് സ്ട്രെങ്ത് പെൺകുട്ടികൾക്ക് വേണമെങ്കിൽ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനാണ്. എഡ്യൂക്കേഷൻ മാത്രമല്ല, സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക. അതിനുള്ള ആത്മധൈര്യം കൊടുക്കേണ്ടത് പാരൻസാണ്. അല്ലാതെ നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ സ്വന്തം മക്കളെ ഇല്ലാതാകത്തുള്ളൂ. നിങ്ങൾക്ക് മാത്രമല്ല നഷ്ടം, നാട്ടുകാർക്കും ഇല്ല നഷ്ടം, കെട്ടിച്ചുകൊണ്ട് പോയവന്മാർക്കും ഒരു നഷ്ടവും ഇല്ല. പോകുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മോളെ അല്ലെങ്കിൽ കൊച്ചുമക്കളെയൊക്കെ നഷ്ടപ്പെടും. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി എന്താണ് നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയാണ് എന്തെങ്കിലും പറയാനാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം. ഓക്കെ.